മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 മാർച്ച് 29 ശനിയാഴ്ച രാത്രി ഏകദേശം 11 മണിക്ക് ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ശനി നിങ്ങളുടെ 9ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിങ്ങളുടെ 11ാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതുവരെ ശനി നിങ്ങളുടെ 10ാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ രാശിമാറ്റത്തോടെ നിങ്ങളുടെ കണ്ടകശനിയും അവസാനിച്ചിരിക്കുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ശനി രാശി മാറിയത് നിങ്ങളുടെ 11ാം ഭാവത്തിലേക്കാണ്. വർഷം 2027 ജൂൺ 2 വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. 2025 ജൂലൈ 13 നവംബർ 28 ഇടയ്ക്ക് ഏകദേശം 139 ദിവസത്തോളം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് വേറെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇടവം രാശിക്കാർക്ക് യോഗകാരക ഗ്രഹമാണ് ശനി. ശനി രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ 11ാം ഭാവത്തിലേക്കാണ്. 11ാം ഭാവം ഗ്രോത്തിൻ്റേതാണ്, ലാഭസ്ഥാനമാണ്. ഈ സമയത്ത് എല്ലാ ഫീൽഡിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിത നിലവാരം ഉയരുന്നതായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതാണ്. പുതിയ വാഹനവും വാങ്ങുന്നതായിരിക്കും. ശനി 11 നിൽക്കുന്നത് നിങ്ങളുടെ സ്കില്ലിൽ വർധനവുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ബുദ്ധിശക്തിയിൽ വികസനവും ഉണ്ടാകുന്നതായിരിക്കും. 11ാം ഭാവം 4 നിന്നും 8ാം സ്ഥാനമാണ്. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ലാഭം ലഭിക്കുന്നതായിരിക്കും. ശനി 11 നിൽക്കുന്നത് നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതുപോലെ മൂത്ത സഹോദരങ്ങളുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട്. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഈ സമയത്ത് സുഹൃത്തുക്കളുമായും ബന്ധത്തിൽ വിള്ളലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. 5 നിന്നും 7ാം സ്ഥാനമായതിനാൽ കുട്ടികളുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ശനി 9ാം ഭാവാധിപനാണല്ലോ, നിൽക്കുന്നത് 11ാം ഭാവത്തിലും. ഭാഗ്യസ്ഥിതികളിൽ ഉണ്ടാകുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. 9ാം ഭാവം ധർമ്മസ്ഥാനമാണ്. ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. പിതാവിൻ്റെ സാമ്പത്തിക സ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതുമായിരിക്കും. ശനി 10ാം ഭാവാധിപനുമാണല്ലോ, നിൽക്കുന്നത് 11ലാണ്. 10ാം ഭാവം കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. 10ാം ഭാവം കർമ്മസ്ഥാനമാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും സക്സസ് ലഭിക്കുന്നതായിരിക്കും. ഇടവം രാശിക്കാർ ഈ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും യാതൊരു കാരണവശാലും പൈസ കടം കൊടുക്കാൻ പാടില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയ തുകയായിരിക്കണം. തിരിച്ചു കിട്ടിയില്ലെങ്കിലും അത് നിങ്ങളെ അധികം ബാധിക്കുന്നതല്ലായിരിക്കും. പക്ഷേ വലിയ എമൗണ്ടുകൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 11ാം ഭാവം ഉപജയസ്ഥാനമാണ്. നിങ്ങൾ നേരത്തെ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ശനി ഈ സമയത്ത് നൽകുന്നതായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ശനിയുടെ 3ഉം 7ഉം ദൃഷ്ടികൾ പതിക്കുന്നത് മിത്രഗ്രഹങ്ങളുടെ രാശിയിലാണ്. അതായത്
മൂന്നാം ദൃഷ്ടി ശുക്രൻ്റെ ഇടവം രാശിയിലും 7ാം ദൃഷ്ടി ബുധൻ്റെ കന്നി രാശിയിലുമാണ് പതിക്കുന്നത്. ബുധനും ശുക്രനും ശനിയുടെ മിത്രഗ്രഹങ്ങളാണ്. ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ധനുരാശിയിലുമാണ്. 9ാം ഭാവാധിപൻ്റെ ദൃഷ്ടി ലഗ്നത്തിൽ പതിക്കുന്നത് പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ശനിയുടെ 7ാം ദൃഷ്ടി നിങ്ങളുടെ 5ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുകയുള്ളൂ. ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാനിടയുണ്ട്. ഇത് അവരുടെ വിദ്യാഭ്യാസം, ദാമ്പത്യം, കരിയർ, സാമ്പത്തിക സ്ഥിതികൾ, ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകുവാനാണ് സാധ്യതകൾ. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനും ഇടയുണ്ട്. ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. ഇത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട്. ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് 8ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് കുടുംബസ്വത്തിൽ നിന്നും ആകാനാണ് കൂടുതലും സാധ്യതകൾ. പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.